കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെളിച്ചെണ്ണപ്പായിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതേ തലേ ദിവസം രാത്രിയിൽ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പിറ്റേ ദിവസം രാവിലേക്ക് ആയപ്പോൾ നന്നായി കുതിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 5 അച്ച് ശർക്കര, ചെറുതായ കാരണമാണ് ഞാൻ 5 അച്ച് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 3 or 4 എണ്ണമൊക്കെ ആക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് 3/4 കപ്പ് വരെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഈ പാനി തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചരി അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശർക്കര പാനി തയ്യാറാക്കായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതേ നമ്മുടെ അരി കുതിർന്നത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മണത്തിനായിട്ട് ഞാൻ നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ, അത് 5 എണ്ണം മുഴുവനോടക്കിനെയാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ട് കളഞ്ഞിട്ട് ഇടാവുന്നതാണ്. ഇനി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദമാവ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ദേ പാനി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാനി അരച്ചെടുത്തിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കല്ലുപ്പാണ് ചേർക്കുന്നത്. ഒരു 1/2 സ്പൂൺ വരെ കല്ലുപ്പ് ചേർക്കാവുന്നതാണ്. പൊടിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ നമ്മുടെ നല്ല ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ള്, അതേപോലെ നെയ്യിൽ വറുത്തിട്ടുള്ള തേങ്ങക്കൊത്ത്, അതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ ഞാൻ മുഴുവനോടക്കിനെയാണ് ഏലക്കായ ഇട്ടത്. അത് കാരണം കൊണ്ട് അത് ഞാൻ അതിൻ്റെ തൊണ്ടെടുത്ത് ഞാൻ കളയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് പിരിക്കുന്നത്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മളത് മൂടി വയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് പാകത്തിന് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് നമുക്ക് വരും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 5 മണിക്കൂർ വരെ ഞാനിത് മൂടി വയ്ക്കുകയാണ്. അതിൽ മൂടി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ഇതുകൊണ്ട് നന്നായിട്ട് മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ രാവിലെയാണ് ചെയ്യണമെങ്കിൽ, ഞാനിതിപ്പോൾ രാവിലെയാണ് ചെയ്തത്, വൈകിട്ട് ഉണ്ടാക്കാന്നുള്ള രീതിയിൽ. നിങ്ങളിപ്പോൾ തലേ ദിവസമാണ് നിങ്ങൾ അരച്ചു വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേ മാവ് കണ്ട മുമ്പത്തേക്കാൾ ഒന്ന് കുറച്ച് കട്ടിയിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് പച്ചവെള്ളം ചേർക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിൻ്റെ അത്രയ്ക്കാണ് കേട്ടോ. അതിനുശേഷം വെളിച്ചെണ്ണപ്പാണ്, അത് കാരണം ഞാൻ വെളിച്ചെണ്ണ ചേർക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു മണക്ക് കിട്ടും. അപ്പോൾ അതേ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാകമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതേ ഞാനിത് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഒരു തവിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് മാവ്. അപ്പോൾ അതേ ഒഴിച്ച പാട് തന്നെ ഒഴിക്കുന്ന ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇടണം കേട്ടോ. ഒഴിച്ച പാട് തന്നെ ഞാൻ ചെറിയൊരു സ്പൂൺ കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഞാനിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് മുകളിൽ ഇങ്ങനെ നല്ലൊരു ബബിൾ ഇങ്ങനെ വരും. ഒരൊറ്റ ബബിളായിട്ടാണ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇതുള്ളത് വിട്ടുപോകും. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ മറച്ചിടേണ്ടത്. അതിൻ്റെ അടിയിൽ നിന്ന് ശരിക്കും തന്നെ പോരും. അതാണ് ശരിക്കും നമ്മുടെ വെളിച്ചെണ്ണയുടെ പാകം. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, മാവ് ആകെ പൊട്ടി പോട്ടെ. അപ്പോൾ പിന്നെ ഈ ഒരു വെളിച്ചെണ്ണപ്പത്തിൻ്റെ രൂപമൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊക്കെ പാകമൊക്കെ നോക്കിയിട്ട് വേണം ഈ വെളിച്ചെണ്ണപ്പ് ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്, പക്ഷെ ഇതിൽ ഒഴിക്കുന്ന ഈ ടൈമിലുള്ള ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു തവി ഇങ്ങനെ ഒഴിച്ച പാട് തന്നെ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ടൊന്ന് മീഡിയത്തിലാക്കിയിട്ട് ഇങ്ങനെ ഒരു സ്പൂണോട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഇങ്ങനെ ഒരു ബബിൾസ് വരും. ആ ബബിൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെറുതായിട്ടൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴൊക്കെ അടിയിലൊക്കെ നന്നായി വേവും. എന്നിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായി തിരിപ്പിച്ച് കഴിഞ്ഞാൽ ആ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും. ആ വിട്ട് വന്നതിന് ശേഷമാണ് നമ്മളിത് മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതിനൊരു ഇതുണ്ടാവില്ല. എന്നാൽ നല്ല രസത്തിൽ കിട്ടി കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആണല്ലോ, അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു വിഭവമാണ്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു വിഭവമാണല്ലോ. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. അപ്പോൾ കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
നിങ്ങൾക്ക് തലേദിവസമാണ് നിങ്ങൾ ചെയ്ത് വയ്ക്കണമെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ. സോഡ കൊണ്ട് മാത്രമല്ല അത് വീർത്ത് വന്നത്, അതും കൂടി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കണ കാരണം കൊണ്ട് മാത്രമേ അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് അരി നമ്മൾ ഇടുമ്പോൾ ഒരു 12 നെയ്യപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഒഴിക്കണ മാവ് കുറച്ച് എന്താ പറയുക, അതിൻ്റെ തവി കുറച്ചാണ്, അര തവിക്കാണ് ഒഴിക്കണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ.